ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ 22 മാർച്ചിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് ഇത്. ഞാനിതിൽ ക്വസ്റ്റ്യനും ആൻസറും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാംസിന് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അപ്കമിങ് RRB എക്സാംസിന് ഈ വീഡിയോസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, which article of the Indian Constitution defines the original jurisdiction of Supreme Court? Supreme Courtന്റെ original jurisdiction define ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? It's defined in Article 131 of the Constitution. Article 131ലാണ് original jurisdiction of the Supreme Court. Original jurisdiction of the Supreme Courtനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 124 അല്ലേ? സുപ്രീം കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 124ലാണ്. ആൻഡ് എന്നായിരുന്നു സുപ്രീം കോർട്ട്, നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോർട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് ഓൺ ജാനുവരി 26 ഓഫ് 1950 ജാനുവരി 26 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് അണ്ടർ ആർട്ടിക്കിൾ 124. ഓക്കെ. ആൻഡ് ഓൾസോ മറ്റു കുറച്ച് സുപ്രീം കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻസ് കൂടി നമുക്ക് നോക്കാം. റിട്ട് ജൂറിസ്ഡിക്ഷൻ നമുക്കറിയാം. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 32ലാണ് വരുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ് കേട്ടോ. സുപ്രീം കോർട്ടിൻ്റെ റിട്ട് ജൂറിസ്ഡിക്ഷനാണ് ഇതിൽ ആർട്ടിക്കിൾ 32 വരുന്നത്. ആർട്ടിക്കിൾ 32നെയാണ് ഡോക്ടർ BR അംബേദ്കർ എന്തെന്ന് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 32 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. ആൻഡ് ഓൾസോ നോക്കിയാൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ വരുന്നത് എവിടെയാണ്? അതായത് അപ്പീലിലൂടെ ജൂറിസ്ഡിക്ഷൻ വരുന്നതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇത് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഫ്രം ആർട്ടിക്കിൾ 132 ടു ആർട്ടിക്കിൾ 134. ആർട്ടിക്കിൾ 132 മുതൽ ആർട്ടിക്കിൾ 134 വരെയാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് വരുന്നത്. ദെൻ കംസ് ദ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കുന്നതാണ്. അപ്പോൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ വരുന്നത് ആർട്ടിക്കിൾ 143 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതായത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ഒപ്പീനിയൻ ചോദിക്കുന്നതിനെയാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പറയുന്നത്. ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 143. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഓതേർഡ് ദി ബുക്ക് ഹർഷചരിത? ഹർഷചരിത എന്ന പുസ്തകം എഴുതിയതാരാണ്? നമുക്കറിയാം ഹർഷചരിത എന്ന് പറയുന്നത് കിങ് ഹർഷവർദ്ധനയുടെ ബയോഗ്രഫിയാണ് അല്ലെ? കിങ് ഹർഷവർദ്ധനയുടെ ബയോഗ്രഫിയാണ് ഹർഷചരിത എന്ന് പറയുന്നത്. ആൻഡ് അത് എഴുതുന്നത് ബാനഭട്ടയാണ്. ആരാണ്? ബാനഭട്ടയാണ്. ആൻഡ് ബാനഭട്ട വാസ് ദ കോർട്ട് പോയിറ്റ് ഓഫ് ഹർഷവർദ്ധന. ഹർഷവർദ്ധനയുടെ കോർട്ട് പോയിറ്റ് ആയിരുന്നു ആര്? ബാനഭട്ട. അപ്പോൾ ബാനഭട്ടയാണ് ഹർഷചരിത എന്ന ഹർഷവർദ്ധനന്റെ ബയോഗ്രഫി എഴുതുന്നത് ബാനഭട്ടയാണ്. ആൻഡ് ഹർഷവർദ്ധന ഏത് ഡൈനാസ്റ്റിയുടെ റൂളർ ആയിരുന്നു? പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ റൂളർ ആയിരുന്നു ഹർഷവർദ്ധന. ആൻഡ് ഓൾസോ ദിസ് ഡൈനാസ്റ്റി ഈസ് ഓൾസോ കോൾഡ് ആസ് ഹർഷ ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നതും പുഷ്യഭൂതി ഡൈനാസ്റ്റി തന്നെയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാണ് ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്യുന്നത്? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. ഡിഫീറ്റ് ചെയ്യുന്നത് പുലക്കേഷ്യൻ 2 ആണ്. ഒരു ചാലുക്യ റൂളർ ആയിട്ടുള്ള പുലക്കേഷ്യൻ 2 ആണ് ഹർഷവർദ്ധനെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആഫ്റ്റർ ദ 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഹു ഹാസ് ദ പവർ ടു മേക്ക് ലോസ് റിഗാർഡിംഗ് GST? നമുക്കറിയാം GST വരുന്നത് തന്നെ 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ്. നമ്മൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഇയറിലായിരുന്നു? 2016 അല്ല 101 അമെൻമെന്റ് വഴിയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ GSTയിലെ ലോസ് മേക്ക് ചെയ്യാനായിട്ട് ആർക്കൊക്കെയാണ് പവർ വരുന്നത്? ബോത്ത് ദി പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. പാർലമെന്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും GST ആയിട്ട് റിഗാർഡ് ചെയ്തിട്ടുള്ള ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ വരുന്നുണ്ട്. ഓൾസോ അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ GST കൗൺസിൽ, ഓക്കെ, GST കൗൺസിലിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ GST കൗൺസിലിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 279A. ഓക്കെ, ആർട്ടിക്കിൾ 279Aയിലാണ്
GST കൗൺസിൽ ഫോർമേഷനെ പറ്റി പറയുന്നത്. ആൻഡ് ഓൾസോ ഈ GST കൗൺസിൽ ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറ്റ്സ് ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിൽ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വർലി പെയിന്റിംഗ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? വർലി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റിൻ്റെയാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. വർലി പെയിന്റിംഗ് ഏത് സ്റ്റേറ്റിൻ്റെയാണ്? മഹാരാഷ്ട്രയുടെ പെയിന്റിംഗ് ആണ് ഇത് വർലി പെയിന്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുറച്ച് പെയിന്റിങ്സ് കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. നമുക്കിത് മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വർലി പെയിന്റിംഗ് ചോദിച്ചത് കൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏതാ ഫസ്റ്റ് വൺ നോക്കിയേ, മധുബനി പെയിന്റിംഗ്, ബീഹാർ. ബീഹാറിൻ്റെ ആണ് ഇത്. മധുബനി അല്ലേ, എമ്മും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. മധുബനി, ബി ഫോർ ബീഹാർ. ഓക്കെ, അപ്പം മധുബനി പെയിന്റിംഗ് എവിടുത്തെയാണ്? ബീഹാറിൻ്റെയാണ്. ദെൻ പാട്ടചിത്ര. പാട്ടചിത്ര എവിടുത്തെയാണ്? ഒഡീഷ. ഓക്കെ, പാട്ടചിത്ര എവിടുത്തെയാണ്? ഒഡീഷയുടെയാണ് പാട്ടചിത്ര. ഓക്കെ, ഒഡീഷ പാട്ടയാണ് ഓർത്താൽ മതി കേട്ടോ. പാട്ടചിത്ര പെയിന്റിംഗ് അപ്പോൾ എവിടുത്തെയാണ്? ഒഡീഷയുടെയാണ്. ദെൻ കലംകാരി പെയിന്റിംഗ് നമുക്കറിയാം, ആന്ധ്രാപ്രദേശ് അല്ലേ. കലംകാരി നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ ആണ് കലംകാരി പെയിന്റിംഗ് വരുന്നത്. ദെൻ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഫാഡ്. ഫാഡ് പെയിന്റിംഗ്. ഓക്കെ, ഫാഡ് എവിടുത്തെയാണ്? രാജസ്ഥാൻ്റെ ആണ് കേട്ടോ. രാജസ്ഥാൻ്റെ പെയിന്റിംഗ് ആണ് ഇത്. ഫാഡ് എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ പെയിന്റിംഗ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ? മെക്കാനിക്കൽ എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ തന്നെയാണ് ഫാദർ ഓഫ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. കാര്യം നമുക്ക് ഫസ്റ്റ് ടൈംസിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, ഇപ്പം നമുക്ക് ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ആണ്, പക്ഷെ അന്ന് നമുക്ക് മെക്കാനിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നല്ലേ. നമുക്ക് ഗിയറും ലിവറും ഒക്കെ ഉണ്ടായിരുന്ന മെക്കാനിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫാദർ ആരാണ്? ചാൾസ് ബാബേജ് തന്നെയാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഫാദർ ഓഫ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദി യങ്ങസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ബൈ മീഡിയൻ ഏജ്. ഓക്കെ, 2024 ഡേറ്റ പ്രകാരം മീഡിയൻ ഏജ് വെച്ച് നോക്കുമ്പോൾ യങ്ങസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്, ആക്ച്വലി മീഡിയൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത് ഏത് ഏജിന് ബിലോ. ഇപ്പം നമുക്ക് നൈജർ ആണ് ഇതിന് ആൻസർ വരുന്നത്. ആൻഡ് നൈജറിൻ്റെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആണ്. അതായത് അവിടുത്തെ പോപ്പുലേഷനിൽ കൂടുതലും എബവ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനും 15 ഇയേഴ്സിന് താഴെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആണ്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ബൈ മീഡിയൻ ഏജ് ആണ് കേട്ടോ. ഏറ്റവും യങ്ങസ്റ്റ് കൺട്രി എന്ന് കൺസിഡർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? മീഡിയൻ ഏജിൻ്റെ ബേസിലാണ്. അത് 15 ഇയേഴ്സും. ആൻഡ് ആൻസർ ഇസ് നൈജർ. ഏത് കൺട്രിയാണ്? നൈജർ കൺട്രിയാണ്. നമ്മുടെ ഇന്ത്യയുടെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത് അബൌട്ട് 28 ഇയേഴ്സ് ആണ്. 28 or 29 ഇയേഴ്സ്. 28 to 29 ആ ഒരു ഏജ് ഗ്യാപ്പാണ് നമുക്ക് എന്താ ഇന്ത്യയുടെ മീഡിയൻ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു VBGRAM ആക്ട്, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതും അല്ലേ. VBGRAM ആക്ട് പ്രകാരം ഹൗ മെനി ഡേയ്സ് ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറിലി ഗ്യാരണ്ടീഡ് ടു റൂറൽ ഹൗസ് ഹോൾഡ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ഡേയ്സ് ഓഫ് വേജ് ആണ് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത്? VBGRAM ആക്ട് ഓഫ് 2025 പ്രകാരം ഇറ്റ്സ് 125 ഡേയ്സ്. എത്ര ഡേയ്സ് ആണ്? 125 ഡേയ്സ് ആണ്. 125 ഡേയ്സ് ഓഫ് വർക്കാണ് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത്. ഈ VBGRAM ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ MGNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2025 വന്ന ആക്റ്റാണ് VBGRAM ആക്ട് എന്ന് പറയുന്നത്. നമ്മുടെ MGNREGA പ്രകാരം നമുക്ക് 100 ഡേയ്സ് ആയിരുന്നു അല്ലേ. 100 ഡേയ്സ് ഓഫ് ഗ്യാരണ്ടീഡ് വേജസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ VBGRAM ആക്ട് പ്രകാരം 125 ഡേയ്സ് ആയിട്ടത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ക്യാൻ ഹൈക്കോർട്ട് ഇഷ്യൂ റിട്ട്? നമ്മൾ നേരത്തെ സുപ്രീം കോർട്ടിൻ്റെ, അപ്പം ഞാൻ എടുത്തു പറഞ്ഞു അല്ലേ, സുപ്രീം കോർട്ടിൻ്റെ റിട്ടാണ് ഇത് ആർട്ടിക്കിൾ 32 വരുന്നത്. ഹൈക്കോർട്ടിൻ്റെ റിട്ട് വരുന്നത് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 ഹൈക്കോർട്സിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 226 കേട്ടോ. അപ്പോൾ ഈ ഹൈക്കോർട്ടിൻ്റെ റിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി സുപ്രീം കോർട്ടിൻ്റെ റിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ ഹൈക്കോർട്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി വൈഡറാണ്. ഹൈക്കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷൻ കുറച്ചും കൂടി വൈഡറാണ്. അവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും അതുപോലെ തന്നെ ലീഗൽ റൈറ്റ്സിനും നമുക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ.
ഫണ്ടമെൻ്റൽ റൈറ്റ്സിനും ലീഗൽ റൈറ്റ്സിനും നമുക്ക് ഹൈക്കോർട്ടിലാണെങ്കിലും റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഈ ഒരു നമുക്ക് എത്ര റിട്ടാണ് വരുന്നത്? 5 റിട്ട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർച്യോറാറി ആൻഡ് കോ വാറൻറ്റോ അല്ലേ? ഇത് നമുക്കറിയാം, നമുക്ക് 5 എണ്ണമാണ് വരുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ദി ബോഡി എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ? നമുക്ക് ഫെമിലിയർ ആണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ ടു ഹാവ് ദി ബോഡി. ദെൻ കംസ് മാൻഡമസിൽ എന്താണ്? വി കമാൻഡ് ആണ് കേട്ടോ. മാൻഡമസിലാണ് വി കമാൻഡ് വരുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, ഉണ്ട്. മാൻഡമസിലാണ് വി കമാൻഡ് വരുന്നത്. ദെൻ പ്രൊഹിബിഷനിൽ ടു ഫോർബിഡ് അല്ലെങ്കിൽ ടു പ്രൊഹിബിറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ പ്രൊഹിബിഷനിൽ വരുന്നത്. സെർച്യോറാറി ടു ബി സർട്ടിഫൈഡ് ഓഫ് ആൻഡ് കോ വാറൻറ്റോ ബൈ വാട്ട് അതോറിറ്റി. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 5 റിട്ടുകളാണല്ലേ നമുക്ക് വരുന്നത്. അതിൽ ഹൈക്കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് 226ഉം സുപ്രീം കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിളാണ് 32. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ലാംഗ്വേജ് ഡിഡ് അമർ ഖുസ്രു പ്രൈമർലി യൂസ് ഫോർ ഹിസ് ലിറ്റററി ആൻഡ് പോയറ്റിക് വർക്ക്സ്? അമർ ഖുസ്രുവിനെ റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് പ്രൈമർലി യൂസ് ചെയ്തിരുന്നത്? അമർ ഖുസ്രു പേർഷ്യൻ ലാംഗ്വേജ് ആണ് കേട്ടോ. അമർ ഖുസ്രു പേർഷ്യൻ ലാംഗ്വേജ് ആണ് തൻ്റെ പോയറ്റിക് വർക്ക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് അമർ ഖുസ്രുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? എന്നറിയപ്പെടുന്നതാണ് അമീർ ഖുസ്രു അല്ലേ? ആൻഡ് ഓൾസോ ഹി ഈസ് ദ ഫാദർ ഓഫ് കവാലി. ഓക്കെ, കവാലി എന്ന് പറയുന്നത് ഒരു സോർട്ട് ഓഫ് ഒരു കൈൻഡ് ഓഫ് സൂഫി മ്യൂസിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫാദർ അല്ലെ, ഇത് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇറ്റ്സ് അമർ ഖുസ്രു. ഫാദർ ഓഫ് കവാലി ആരാണ്? അമർ ഖുസ്രു ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കോൺഫ്ലിക്റ്റ് ദാറ്റ് ഹാപ്പൻഡ് എമംഗ് പാലാസ്, പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകുലാസ് ഫോർ ദ കൺട്രോൾ ഓവർ കനൗജ്? ഇതും നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? പാലാസിൻ്റെയും പ്രതിഹാരാസും രാഷ്ട്രകുലാസും കനൗജിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു കോൺഫ്ലിക്റ്റ്. ഇറ്റ് വാസ് ത്രിപാർട്ടേറ്റ് സ്ട്രഗിൾ. ഇതാണ് ത്രിപാർട്ടേറ്റ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ത്രിപാർട്ടേറ്റ് സ്ട്രഗിൾ ആയിരുന്നു കനൗജിൻ്റെ പവറിന് വേണ്ടിയിട്ട് പാലാസും പ്രതിഹാരാസും രാഷ്ട്രകുലാസും കൂടി നടത്തിയ ബാറ്റിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ വിജയിക്കുന്നത് ആരാണ്? ഈ ത്രിപാർട്ടേറ്റ് സ്ട്രഗിൾ ജയിക്കുന്നത് പ്രതിഹാരാസ് ആണ് കേട്ടോ. പ്രതിഹാരാസ് ആണ് ഈ സ്ട്രഗിൾ ജയിക്കുന്നതും അവർ കനൗജ് അവരുടെ എംപററിന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുകയും ഉണ്ടായി. ഓക്കെ, ആൻഡ് പ്രതിഹാരാസിലെ ലീഡർ ആരായിരുന്നു ആ ടൈമിൽ? ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നാഗഭട്ട ടു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ? നാഗഭട്ട ടുവിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു പ്രതിഹാരാസ് ഈ ഒരു ബാറ്റിൽ വിജയിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഡിസീസ് ഈസ് കോമൺലി കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ വൈറസ്? ഇൻഫ്ലുവൻസ വൈറസ് കാരണം കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ് ഫ്ലൂ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്ന് തന്നെയാണ് ഡിസീസിൻ്റെ പേര്. ഇൻഫ്ലുവൻസ തന്നെയാണ്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ആസ് ഫ്ലൂ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് കാരണമാണ് ഫ്ലൂ ഉണ്ടാകുന്നത്. ആൻഡ് ഈ ഫ്ലൂ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ഫ്ലൂ എഫക്റ്റ് ചെയ്യുന്നത്. ഫീവർ, കഫ്, സോർ ത്രോട്ട് ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ASCII വാട്ട് ഡസ് ദ ലെറ്റർ C സ്റ്റാൻഡ്സ് ഫോർ? ASCII എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ASCIIയുടെ ഫുൾ ഫോം. ഇതും ചോദിക്കുന്നതാണ് അല്ലേ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതിലപ്പോൾ C സ്റ്റാൻഡ്സ് ഫോർ കോഡ്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ 1960s. 1960s ഡെവലപ്പ് ചെയ്തതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഫൗണ്ടഡ് ദ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത് വാസ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത്. എവിടെയായിരുന്നു ഫൗണ്ട് ചെയ്തത്? ഇറ്റ് വാസ് ഇൻ പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഓൾസോ ഇൻ പൂനെയിൽ തന്നെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത്. ഏത് ഇയറിലായിരുന്നു? 1905. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇസ് നോൺ ആസ് ദ
മെൻറ്റർ ഓഫ് മഹാത്മാഗാന്ധി അല്ലേ, മഹാത്മാഗാന്ധിയുടെ മെൻറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ മെൻറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് മേജർ ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1? വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന ഒരു മേജർ ഡിസീസാണ് ഇറ്റ്സ് ബെറിബെറി. ഓക്കെ, ബെറിബെറിയാണ്. അത് മസിൽസ് ഒക്കെ വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത് ബെറിബെറി എന്ന് പറയുന്നത്. ഇപ്പോൾ B1ൽ തന്നെയാണ് ഇത് ബെറി ഡിസീസ് ഉണ്ടാവുന്നത്. B1ൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ബെറി ഡിസീസ് ഉണ്ടാവുന്നത്. അതുപോലെ നോക്കിയേ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഇതിൻ്റെയാണ് വൈറ്റമിൻ B12ൻ്റെ. B1 ബെറിബെറിയാണ്. B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്നത്. ദെൻ വൈറ്റമിൻ സി ആണ് സ്കർവി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് റിക്കറ്റ്സ് ഉണ്ടാവുന്നത് കൂടുതലും ചിൽഡ്രനിലാണല്ലേ, കുട്ടികളിലാണ് റിക്കറ്റ്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ്. ദെൻ ഇയുടെ കുറവുണ്ട്. ഇത് വളരെ റെയർ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇത് ന്യൂറോപ്പതി എന്ന് പറയുന്നത്, ന്യൂറോപ്പതി കണ്ടീഷൻ ഉണ്ടാവുന്നത് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതുപോലെ വൈറ്റമിൻ കെ ആണ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ്. ആക്ച്വലി വൈറ്റമിൻ കെ എന്തിനാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ വൈറ്റമിൻ കെ. അപ്പോൾ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ക്ലോട്ട് ആവാത്തൊരു കണ്ടീഷൻ ഉണ്ടാവുകയാണ് വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത്. അതുപോലെ ഗോയിറ്റർ അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത് ഏതാണ്? ഇറ്റ്സ് ഗോയിറ്റർ ആണ്. ഇത് അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് താജ്മഹൽ ലൊക്കേറ്റഡ്? താജ്മഹൽ എവിടെയാണ്? ആഗ്രയിലാണല്ലേ, ഉത്തർപ്രദേശിലെ യുപിയിലെ ആഗ്രയിലാണ് താജ്മഹൽ. യുപിയിലെ ആഗ്രയിലാണ് താജ്മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ ബിൽറ്റ് ചെയ്ത ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെ, ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ഏത് ഇയറിലായിരുന്നു? 1983ലാണ് താജ്മഹലിനെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷാജഹാൻ ബിൽറ്റ് ചെയ്ത വേറെ കുറച്ച് കൺസ്ട്രക്ഷൻസ് കൂടി നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് റെഡ് ഫോർട്ടും അതുപോലെ തന്നെ ജമാ മസ്ജിദ്. റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് ഇൻ ഡൽഹിയിലെ ജമാ മസ്ജിദും അതുപോലെ തന്നെ റെഡ് ഫോർട്ടും ബിൽഡ് ചെയ്തത് ഷാജഹാനാണ്. റെഡ് ഫോർട്ട് ആൻഡ് ജമാ മസ്ജിദ് ഇൻ ഡൽഹി ബിൽഡ് ചെയ്യുന്നത് ഷാജഹാനാണ്. അതുപോലെ തന്നെ ആഗ്രയിലുള്ള ആഗ്രയിലെ മോത്തി മസ്ജിദ് ഇൻ ആഗ്രയും ആരാണ്? ഷാജഹാനാണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിവാൻ-ഇ-റിയാസത്ത് ഡ്യൂറിങ് ദ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ ടൈമിൽ ദിവാൻ-ഇ-റിയാസത്തിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. ഇത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നല്ലേ, റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മാർക്കറ്റ് പ്രൈസസും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ദിവാൻ-ഇ-റിയാസത്ത് ഡൽഹി സുൽത്താനേറ്റിലെ ഒരു മെയിൻ മാർക്കറ്റ് റീഫോം ആയിരുന്നത് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മാർക്കറ്റ് പ്രൈസസ് ആയിരുന്നു ഇതുവഴി ചെയ്തു വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ? നമുക്കറിയാം ബാംഗ്ലൂർ ആണല്ലേ. ബാംഗ്ലൂർ ഈസ് നോൺ ആസ് ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഇപ്പോൾ ഏതാണ്? ബാംഗ്ലൂരാണ്. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കർണാടക ആൻഡ് ഓൾസോ ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ബാംഗ്ലൂരിലാണല്ലേ. ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഈസ് ബഗ്രാം എയർബേസ് ലൊക്കേറ്റഡ്? ബഗ്രാം എയർബേസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബഗ്രാം എയർബേസ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാനിലാണ് ബഗ്രാം എയർബേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ബഗ്രാം എയർബേസ് ആണ് ദ ലാർജസ്റ്റ് US മിലിറ്ററി ബേസ് ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും ലാർജസ്റ്റ് US മിലിറ്ററി ബേസ് ആണ് ഇത് ബഗ്രാം എയർബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഒറിജിനലി ബിൽറ്റ് ബൈ സോവിയറ്റ് യൂണിയൻ. ആരാണ്? സോവിയറ്റ് യൂണിയനാണ് ഇത് ഒറിജിനലി ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബഗ്രാം എയർബേസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ്.
ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയുവാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയുവാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.